ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ 10th ചാപ്റ്റർ ആയിട്ടുള്ള സർവീസ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ സർവീസ് കോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില എൻ്റർപ്രൈസുകൾ എന്ത് ചെയ്യില്ല, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിലാണ് കോസ്റ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യില്ല, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല, പകരം അവരെന്ത് ചെയ്യും, സർവീസസ് ഓഫർ ചെയ്യും. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ് എന്താണ് ചെയ്യുന്നത്, അവർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യല്ല ചെയ്യുന്നത്, പകരം അവരെന്ത് ചെയ്യുന്നു, അവരതിൻ്റെ സർവീസ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ എൻ്റർപ്രൈസസ് അവരെന്ത് ചെയ്യും, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ മുകളിൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യും. അതിനെയാണ് നമ്മൾ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം മീനിങ് ഓഫ് സർവീസ് കോസ്റ്റിംഗ്. സർവീസ് കോസ്റ്റിംഗ് ഇസ് ദ വാരിയൻ്റ് ഓഫ് യൂണിറ്റ് ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. ഇതെന്താണ്, യൂണിറ്റ് കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കോസ്റ്റിൻ്റെ ഒരു വാരിയൻ്റ് ആയിട്ടാണ് സർവീസ് കോസ്റ്റിങ്ങിനെ പറയുന്നത്. സർവീസ് കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസ് ഓർ ഫങ്ഷൻ. എന്താണ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനോ അല്ലെങ്കിൽ ഫങ്ഷൻ്റെയോ മുകളിൽ കോസ്റ്റ് എന്ത് ചെയ്യുകയാണ്, പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോസ്റ്റിംഗ് procedure used for determining the cost unit of service rendered. നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സർവീസിൻ്റെ മുകളിൽ അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണിത്. ഓക്കെ, ഫോർമലി സർവീസ് കോസ്റ്റിംഗ് വാസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്നും കൂടി എന്ത് പറയുന്നുണ്ട്, സർവീസ് കോസ്റ്റിങ്ങിനെ പറയുന്നുണ്ട്. ഓപ്പറേഷൻ കോസ്റ്റിംഗ് അല്ല, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്, മാറിപ്പോവരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മൾ സർവീസ് കോസ്റ്റിങ്ങിനെ പറയുന്നത്. പിന്നെ അതേപോലെ എന്താണ്, സർവീസ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ബൈ ദോസ് ഓർഗനൈസേഷൻ വിച്ച് പ്രൊവൈഡ് സർവീസസ്. എന്താണ്, ചില ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യും. അതുകൊണ്ട് സർവീസ് കോസ്റ്റിങ്ങിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, ഫങ്ഷൻ കോസ്റ്റിംഗ് എന്ന് കൂടിയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സർവീസ് കോസ്റ്റിങ്ങിനെ കുറിച്ച് പഠിക്കേണ്ടത്. ഇനി നമുക്കതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് സർവീസ് കോസ്റ്റിംഗ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ കൺസേൺസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ റെൻഡറിങ് സർവീസ്. സർവീസിൽ എൻഗേജ് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കൺസേൺസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിസംബിൾ ടു യൂണിറ്റ് കോസ്റ്റിംഗ് ആൻഡ് ദ ഡിസ്റ്റിങ്ക്റ്റ് ബിറ്റ്വീൻ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വാരിയബിൾ കോസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു കേസിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റിനെയും വാരിയബിൾ കോസ്റ്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഇസ് ജനറലി ഹയർ. ഇവിടെ ഫിക്സഡ് കോസ്റ്റിനെയും വാരിയബിൾ കോസ്റ്റിനെയും ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യുമ്പം അതിൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ പ്രപ്പോർഷൻ എപ്പോഴും വാരിയബിൾ കോസ്റ്റിനേക്കാളും ഹയർ ആയിരിക്കും. ഓക്കെ, ദ കോസ്റ്റ് യൂണിറ്റ് മേ ബി സിമ്പിൾ ഇൻ സർട്ടൈൻ കേസസ് ആൻഡ് കോമ്പൗണ്ട് ഇൻ അതർ കേസസ്. ചില കേസിൽ നമ്മൾ സിമ്പിൾ ആയിട്ടാണ് കോസ്റ്റ് യൂണിറ്റ് കണക്കാക്കുക, മറ്റ് കേസുകളിൽ വേറെ കേസുകളിൽ നമ്മൾ കോമ്പൗണ്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂണിറ്റ് കണക്കാക്കുന്നത്. There is no problem regarding the valuation of working progress or closing stock. ഇവിടെ വർക്കിംഗ് പ്രോഗ്രസ്സോ ക്ലോസിംഗ് സ്റ്റോക്കോ ഇതിൻ്റെ യാതൊരു പ്രോബ്ലംസോ ഉണ്ടാവില്ല, കാരണം സർവീസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള കോസ്റ്റോ നമ്മൾ കാണുന്നുള്ളൂ. യൂണിഫോം സർവീസ് ആർ റെൻഡേർഡ് ടു ഓൾ കസ്റ്റമേഴ്സ്. എല്ലാവർക്കും ഒരേപോലെയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് സർവീസ് കോസ്റ്റ് ഷീറ്റ് ഇസ് പ്രിപ്പയർഡ് ഫോർ അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് സർവീസ് റെൻഡേർഡ്. ഇവിടെ നമ്മൾ നമ്മൾ റെൻഡർ ചെയ്യുന്ന സർവീസിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക എന്ത് പ്രിപ്പയർ ചെയ്തിട്ടാണ്, കോസ്റ്റ് ഷീറ്റ്. അത് എന്ത് കോസ്റ്റ് ഷീറ്റാണ്, സർവീസ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മളിതിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് സർവീസ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കാം. സർവീസ് കോസ്റ്റിംഗ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് നോക്കാം. സർവീസ് കോസ്റ്റിംഗ് ഇസ് യൂസ്ഡ് ഇൻ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്. ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സിൽ യൂസ് ചെയ്യും, കാരണം അവിടെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെയും നമുക്ക് സർവീസാണ്. ഹോട്ടൽസ്, ക്യാൻറ്റീൻസ്, അതേപോലെ ഹോസ്പിറ്റൽസ്, ദെൻ ഇലക്ട്രിസിറ്റി കമ്പനീസ്, ഗ്യാസ് കമ്പനീസ്, വാട്ടർ സപ്ലൈ കൺസേൺസ്, ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സർവീസ് കോസ്റ്റിംഗ് ആണ്. ഓക്കെ,
നെക്സ്റ്റ് വി ഗോ ടു ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി സർവീസ് കോസ്റ്റിംഗ്. എന്താണ് സർവീസ് കോസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസസ്. ആദ്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, ടു പ്രൊവൈഡ് കോസ്റ്റ് ഇൻഫർമേഷൻ ഫോർ കറക്റ്റ് പ്രൈസ് ഫിക്സേഷൻ. അതായത് പ്രൈസ് ഫിക്സേഷന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് കോസ്റ്റ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ടു ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിനെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു ആൻഡ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ ടു എലിമിനേറ്റ് വേസ്റ്റ്. ആവശ്യമില്ലാത്ത നമുക്ക് വരുന്ന വേസ്റ്റേജുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ നമുക്ക് സർവീസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുമ്പോൾ ഒഴിവാക്കാം. അതാണ് വേറൊരു ഒബ്ജക്റ്റീവ്. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു മെഷർ ദ എഫിഷ്യൻസി ഓഫ് ദി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യുക എന്നുള്ളതാണ് മറ്റ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് പഠിച്ചത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർവീസ് കോസ്റ്റിങ്ങും യൂണിറ്റ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫസ്റ്റ് വൺ, സർവീസ് കോസ്റ്റിംഗ് ജനറലി കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതായത് സിംഗിൾ കോസ്റ്റ് യൂണിറ്റിനേക്കാളും കൂടുതലായിട്ട് യൂസ് ചെയ്യുക കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റിലാണ് സർവീസ് കോസ്റ്റിംഗ് ചെയ്യുക. യൂണിറ്റ് കോസ്റ്റിങ്ങിൽ അങ്ങനെയല്ല, ജനറലി സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, സർവീസ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് ആർ അനലൈസ്ഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വാരിയബിൾ. ഇവിടെ നമ്മൾ ഫിക്സഡ് ആയിട്ടും വാരിയബിൾ ആയിട്ടും കോസ്റ്റ് അനലൈസ് ചെയ്യും. പക്ഷേ യൂണിറ്റ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ആർ പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചതാണ്. ഓരോന്നായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ സർവീസ് കോസ്റ്റിങ്ങിൽ ഫിക്സഡ് കോസ്റ്റ് ഹൈ ആയിരിക്കും, യൂണിറ്റ് കോസ്റ്റിങ്ങിൽ ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും, ലോ ആയിരിക്കും. Then service costing, the procedure for recording various costs will vary according to the nature of service. സർവീസിൻ്റെ നേച്ചർ അനുസരിച്ച് അതിൻ്റെ പ്രൊസീജിയറിൽ മാറ്റങ്ങൾ ഉണ്ടാവും. യൂണിറ്റ് കോസ്റ്റിങ്ങിൽ പ്രൊസീജിയർ ഫോർ റെക്കോർഡിംഗ് വാരിയസ് കോസ്റ്റ് വിൽ സിമിലർ ഫോർ ഓൾ ഗുഡ്സ് മാനുഫാക്ചറിങ് കമ്പനി. ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ ഗുഡ്സിനും ഒരേപോലെയുള്ള പ്രൊസീജിയർ ആയിരിക്കും യൂണിറ്റ് കോസ്റ്റിങ്ങിൽ ഉണ്ടാവുക. ദെൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻ ദ ടോട്ടൽ കോസ്റ്റ് ഇസ് ലോ. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൽ, അതായത് ടോട്ടൽ കോസ്റ്റിൽ എന്താണ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്തായിരിക്കും, അതിൻ്റെ പ്രൊപ്പോർഷൻ വളരെ കുറവായിരിക്കും. പക്ഷേ യൂണിറ്റ് കോസ്റ്റിങ്ങിൽ ടോട്ടൽ കോസ്റ്റ് നോക്കുമ്പം അതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് സർവീസ് കോസ്റ്റിങ്ങും യൂണിറ്റ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർവീസ് കോസ്റ്റ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. അതായത് ഓരോ സർവീസിനും ഏതാണ് കോസ്റ്റ് യൂണിറ്റ് അത് നമ്മൾക്ക് മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് സർവീസ് കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ദർ ആർ ഡിഫറെൻറ്റ് കോസ്റ്റ് യൂണിറ്റ് ഫോർ ഡിഫറെൻറ്റ് സർവീസസ്. ഓരോ സർവീസിനും ഓരോ തരത്തിലുള്ള കോസ്റ്റ് യൂണിറ്റുകളാണ് ഉണ്ടാവുക. ഓക്കെ. ദർ മേ ബി സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ഓർ കോമ്പോസിറ്റ്. അത് ഒന്നെങ്കിൽ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആവാം, അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് ആവാം. ഓക്കെ. ഇൻ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ഓൺലി വൺ കോസ്റ്റ് യൂണിറ്റ് ഇസ് യൂസ്ഡ്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താണ്, അവിടെ ഒരു കോസ്റ്റ് യൂണിറ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, യൂസ് ചെയ്യുള്ളൂ. ഓക്കെ. പക്ഷേ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റിൽ മോർ ദാൻ വൺ യൂണിറ്റ് ആർ കമ്പൈൻഡ് ടുഗദർ. ഒന്നിൽ കൂടുതൽ കോസ്റ്റ് യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ളതാണ് എന്ത്, കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കോസ്റ്റ് യൂണിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. നമ്മൾ അതിൻ്റെ ബേസിലായിരിക്കും പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, സിമ്പിൾ കോസ്റ്റ് യൂണിറ്റുകളാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റിൽ വരുന്നത് നോക്കാം, സർവീസസ് ആണ് ഫസ്റ്റ് കോളം, രണ്ടാമത്തെ കോളം ആ സർവീസിൻ്റെ കോസ്റ്റ് യൂണിറ്റുമാണ് പറയുന്നത്. ഇപ്പോൾ ട്രാൻസ്പോർട്ടാണ് സർവീസ് എങ്കിൽ അവിടെ നമ്മൾ പാസഞ്ചേഴ്സിനെ വെച്ചിട്ടാണ് നോക്കാം. ഓക്കെ. പാസഞ്ചേഴ്സിനെ വെച്ച് നോക്കുമ്പം പാസഞ്ചേഴ്സ് പെർ പാസഞ്ചർ, ഒരു പാസഞ്ചറിൻ്റെ മുകളിലാണ് കണക്കാക്കുക, അല്ലെങ്കിൽ പെർ കിലോമീറ്റർ, അങ്ങനെ ആയിരിക്കും കോസ്റ്റ് യൂണിറ്റ് വരാം. ഇനി ട്രാൻസ്പോർട്ട് തന്നെ ഗുഡ്സ് ആണെങ്കിൽ, ഓക്കെ, നമ്മൾ പാസഞ്ചർ ട്രാൻസ്പോർട്ട് നോക്കും. അതായത് ഇനിയിപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഗുഡ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് എടുക്കേണ്ടത് പെർ ടണ്ണും പെർ ക്വാണ്ടിലും ആണ്. ഓക്കെ.
ദെൻ സ്കൂൾസ് ഓർ കോളേജ് എടുക്കുകയാണെങ്കിൽ അവിടെ പെർ സ്റ്റുഡൻ്റ് ആണ് എടുക്കേണ്ടത്, ഒരു സ്റ്റുഡൻറ്റിനെ വെച്ചാണ് എടുക്കേണ്ടത്. ഓക്കെ. ഇനി ഹോസ്പിറ്റൽസിൻ്റെ കേസ് വരികയാണെങ്കിൽ അവിടെ പെർ ബെഡായിട്ടാണ് എടുക്കേണ്ടത്. ഹോട്ടൽ ഓർ ക്യാൻറ്റീൻ ആണെങ്കിൽ അവിടെ പെർ കപ്പ് അല്ലെങ്കിൽ പെർ മീൽ, ഒരു കപ്പ്, അതായത് ഒരു ഭക്ഷണം ഒരു മീലിന് എത്ര, അത് വെച്ചിട്ടാണ് നമ്മൾ ഹോട്ടൽ അല്ലെങ്കിൽ ക്യാൻറ്റീൻ്റെ കേസിലെടുക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. ഇനി കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മൾ എടുക്കുന്നത് ബസ് ഓർ ട്രെയിൻ ആണെങ്കിൽ, ബസ് ഓർ ട്രെയിൻ അവിടെ പാസഞ്ചേഴ്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കൂടെ കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ എടുക്കണം, പെർ പാസഞ്ചർ കിലോമീറ്റർ എടുക്കണം. ഓക്കെ, അതായത് പാസഞ്ചറിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം, കിലോമീറ്ററും കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ. ഇനി ഗുഡ്സ് ട്രെയിൻ, അതായത് ട്രെയിനിൽ ഗുഡ്സ് സർവീസാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ട്രക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ നോക്കേണ്ടത് പെർ 10 കിലോമീറ്റർ ആണ്. ഓക്കെ. ദെൻ ഹോസ്പിറ്റലിൻ്റെ കേസിൽ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് വരിക പെർ ബെഡ് പെർ ഡേ, ഒരു ദിവസത്തേക്ക് ഒരു ബെഡിന് എത്രയെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ കേസ് എടുക്കുക. അപ്പോൾ ഇവിടെ 2 കോമ്പൗണ്ട് ഉണ്ട്, പെർ ബെഡ് എന്ന് പറയുന്ന ഒന്നാണ്, പെർ ഡേ എന്ന് പറയുന്നത് മറ്റൊരു യൂണിറ്റാണ്. ഇനി ഹോട്ടലിൻ്റെ കേസിൽ നോക്കുമ്പം, അതായത് ലോഡ്ജ് വരുന്ന ടൈമിൽ ഹോട്ടലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പെർ റൂം പെർ ഡേ ആണ് നോക്കുക, ഒരു റൂമിന് ഒരു ദിവസം എത്രയെന്നാണ് നോക്കുക. പിന്നെ ഇലക്ട്രിസിറ്റീൻ്റെ കേസിൽ പെർ കിലോവാട്ട് ഹവേഴ്സ് ആണ് നോക്കേണ്ടത്. സിനിമ തിയേറ്ററിൻ്റെ കേസിൽ പെർ സിറ്റ് പെർ ഷോ, ഒരു ഷോക്ക് ഒരു സീറ്റിന് എത്രയെന്ന് വെച്ചിട്ടാണ് സിനിമ തിയേറ്ററിൽ നോക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ്, ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റും സർവീസ് കോസ്റ്റ് യൂണിറ്റും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നോക്കാം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സർവീസ് കോസ്റ്റിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സം ഇമ്പോർട്ടൻ്റ് അണ്ടർടേക്കിംഗ് വേർ സർവീസ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ആസ് ഫോളോസ്. എത്ര നമുക്ക് നോക്കാം. ഇത് വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്പോർട്ട് സർവീസ് കോസ്റ്റിംഗ് ഉണ്ട്, പവർ ഹൗസ് സർവീസ് കോസ്റ്റിംഗ് ഉണ്ട്, ഹോട്ടൽ സർവീസ് കോസ്റ്റിംഗ് ഉണ്ട്, അതേപോലെ സിനിമ ഹൗസ് സർവീസ് കോസ്റ്റിംഗ് ഉണ്ട്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്പോർട്ട് സർവീസ് കോസ്റ്റിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് അതായത് ഹയർ ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. MCOMനൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും ഇത് 3 എണ്ണം. നമുക്ക് പഠിക്കാൻ BCom നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്പോർട്ട് സർവീസ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് സർവീസ് കോസ്റ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്രയും നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ട്രാൻസ്പോർട്ട് സർവീസ് കോസ്റ്റിംഗ് എന്താണെന്നും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ള രീതി നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.